വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ കിടന്നിട്ട് ചമഞ്ഞൊരുങ്ങുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഇത് വെളുപ്പിനെയാണ് ഗൈസ്. നമ്മളിന്ന് ട്രിപ്പ് പോവാണ് മൂന്നാർ. സോ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അല്ലെങ്കിലും നമുക്ക് ഉറക്കമില്ല, ട്രിപ്പും കൂടെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഉറക്കമില്ല. അങ്ങനെ നമ്മളിത് രാവിലെ എണീറ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകണം. അപ്പം നമ്മളിത് ഹോസ്റ്റലിലെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നാണ് ഓഫീസിലേക്ക് വരുന്നത്. ട്രിപ്പ് പോകുന്നതുകൊണ്ട് ഇവിടുന്ന് പോകാൻ എളുപ്പമുള്ളതുകൊണ്ട് ഇവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഓഫീസിലെത്തിയിട്ടുണ്ട്. എത്തിയിട്ട് നമ്മൾ വാഷ്റൂമിൽ കയറിയിട്ട് തന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുകയാണ്. കാരണം നമ്മൾ അത്ര എക്സൈറ്റഡ് ആണ് ഈ ട്രിപ്പ് പോകാൻ വേണ്ടി. നമ്മൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ട്രിപ്പ് നമ്മളെവിടെ പോവാ പറ. എല്ലാവരും വന്ന് എൻ്റെ വ്ളോഗിൽ 2 വാക്ക് സംസാരം ട്രിപ്പ് പോവാണ്. സിൻസിൽ എന്താ ക്യൂട്ട്നെസ് ആക്ഷൻ കാണിക്കണം. ഉണർന്നിരുന്നാൽ നമുക്ക് വിശക്കുമല്ലോ. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതല്ലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പകുതി ആകുമ്പോഴേ ഉള്ളൂ. സോ നമുക്ക് ബണ്ണ് നമ്മുടെ ഫ്രണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മളിത് ആ ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഛർദിൻ്റെ ഗുളികയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് വേണ്ടാന്നൊക്കെ പെട്ട് അതിൻ്റെ പണി എനിക്ക് പുറകെ കിട്ടി. അങ്ങനെ നമ്മൾ ബണ്ണ് കഴിച്ച് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി, ലോസ് ഏഞ്ചലസ്. പൊന്നു ഗൈസ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി വന്ന് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ടാട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കണം. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് എങ്കിലും സീറ്റ് കിട്ടില്ല ഗൈസ്. ഞങ്ങൾക്ക് ലാസ്റ്റ് സീറ്റ് വേണമെന്നായിരുന്നു ആഗ്രഹം. പറ്റി ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാവരും തുള്ളുമായിരുന്നു, ഞാൻ കൂടെ തുടങ്ങായിരുന്നു. കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ സൈഡായി. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കുറേ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇടിയപ്പം ഗ്രീൻ പീസ് കറിയാണ്. ഇവിടം വരെ എത്തിയപ്പോഴേക്കും അവിടെ ഉറക്കമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ടയർഡായിട്ടുണ്ടെന്ന് ഞാനായിരുന്നു ഗൈസ്. ഇവളുമാരൊക്കെ ഇങ്ങനെയൊന്നും ഉറങ്ങുന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ കിടന്ന് ഭയങ്കര തുള്ളായിരുന്നു. ഞാൻ പക്ഷേ കയറിയപ്പോൾ തൊട്ട് ബസ്സിലെപ്പോൾ കയറുന്നു അപ്പോഴൊക്കെ ഞാൻ ഉറക്കമായിരിക്കും. അങ്ങനത്തെ ചേട്ടാ ഹായ് പറ. ഹായ്. അപ്പോൾ ഇത് രണ്ടുപേരും നമ്മുടെ TLs ആട്ടോ. ഉണ്ണിച്ചേട്ടനും വിനുബേനും ഒരു ചേട്ടനും കൊണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ട്രിപ്പിലൊക്കെ ഒരു നല്ല വൈബായിരുന്നു. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇനി നമ്മൾ നേരെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ പാട്ട് അടുത്തായിട്ട് ഞാൻ, മുത്തൂട്ടി, ജോമോൾ, സിൻസില ഞങ്ങൾ ആലപിക്കുന്ന ഗാനമേളയാണ് അടുത്തായിട്ട് തുടങ്ങാൻ നമ്മൾ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിന്ദ സൗഖ്യമേ ഉന്നയി പാർക്കയിൽ കവിത കൊട്ടത്. അങ്ങനെ ഗൈസ് ഞാൻ വീണ്ടും ഒന്ന് ഉറങ്ങി എണീറ്റ് എൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ട് കോടയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങത്തൊന്നുമില്ല, തുള്ളത്തുമില്ല. ഞാനത് ഫുള്ളിങ്ങനെ നോക്കിയിരിക്കും. കാരണം എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെയൊക്കെ പ്രകൃതി ഇങ്ങനെയൊക്കെ ആവുന്നത് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്ക് മൂന്നാറൊക്കെ പോകുമ്പോൾ കോട, മഴ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അതും വാങ്ങി നോക്കിയിരുന്നു. ബസ്സിലപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുള്ളതുകൊണ്ട് തുള്ളലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പാട്ടൊക്കെ പാടുമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടി. പിന്നെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആയിരുന്നു. ട്രക്കിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ട്രക്കിങ്ങിന് ഇന്ന് പോയി കഴിഞ്ഞാൽ അധികം ടൈം കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല. പക്ഷേ സംഭവം എന്തായാലും അങ്ങനെ പോകാൻ തന്നെ. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ ട്രക്കിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ പോകാൻ നന്നായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് പോയപ്പോൾ തോന്നി. ഫസ്റ്റ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഇനി കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. ഈ കൊച്ചിൽ തന്നെ ഫോട്ടോ എടുപ്പിച്ച് കൊല്ലും. അവർക്കറിയാമല്ലോ ഇവിടെ ഭയങ്കര തണുപ്പ്. ഞങ്ങളോട് സെറ്റർ എടുത്തിട്ട് വരാൻ ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ സെറ്റർ ഇല്ല. ഒന്നേരം വന്നിട്ട് സെറ്റർ ഇല്ലാതെ വന്നേക്കോ. ഞങ്ങൾ മസാജ് ചെയ്താൽ ഫിഷ് ഫ്രൈ ഉണ്ട്. 2 തോട്ടിലുണ്ട്. നമ്മുടെ തോട്ടിലുണ്ട് മീനൊക്കെ ഫ്രീ ആയിട്ട്. ഗൈസ് അവിടെ ഒരു ആന നിൽപ്പുണ്ട്. എനിക്ക് വലിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവർക്ക് പേടിയുണ്ടോണ്ട് ഇവർ അടുത്തേക്ക് വരത്തില്ല. പുറമ്പോക്ക് ഗൈസ്, പുറമ്പോക്ക് 4 എണ്ണം. എല്ലാവരും കാണണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞങ്ങൾ മാത്രമേ കാണാറുള്ളൂ. എന്നിട്ട് ഞങ്ങള് പുറമ്പോക്കായിപ്പോ. നിങ്ങൾ എന്റെ ചാനൽ എടുത്ത് നോക്കുക, ലക്ഷക്കണക്കിന് വ്യൂസ്. എന്റെ ഓരോ എല്ലാത്തിനും ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആന, ശങ്കരൻകുട്ടി. നമ്മുടെ ശങ്കരൻകുട്ടിയാണിത്. അവനെന്തോ ഉറങ്ങുവാന്ന് തോന്നുന്നു, അനങ്ങാണ്ട് നിൽക്കും. നമുക്കിനി താഴത്തേക്ക് പോവാം.
ഞങ്ങളെ TL ഉണ്ണിച്ചേട്ടൻ, വിനൂപേട്ടൻ, ഫേമസ് എല്ലാരും അറിയട്ടെ. 100K വർഷങ്ങളെടുക്കും. അതെ, ചാനൽ കണ്ടത് അറിയത്തില്ല. എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ടീമിൽ 157 പേരെ കൊണ്ട് ഞാൻ കാണിക്കുന്നത്. അതെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോത്തിൻ്റെ പേരൊക്കെ വായിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രിപ്പിന് ടൈം കഴിയും. എന്നിട്ട് പേരൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിരുന്നില്ല, എല്ലാം നമ്മൾ ഓടിയൊക്കെ കണ്ടു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അമ്മച്ചീനൊക്കെ ആയിട്ട് വന്നിരുന്ന എൻ്റെ മുന്നിൽ ഇതൊക്കെ പിച്ചെടുത്തോണ്ട് വരും, കാരണം അത്ര അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അവളുമാരെ ആരെയും കാണുന്നില്ല, എവിടെ പോകുന്ന അറിയത്തില്ല. ഇത് തന്നെയാണ് വഴി. അതെ അതെ, കണ്ടു കിട്ടി. അവിടെ താഴേന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു കുഞ്ഞ് അരുവി കണക്കത്തെ സംഭവമുണ്ട്. അരുവിയാന്ന് തോന്നുന്നു. ഇവിടെ അരുവിയാണോ അടി? അരുവിയാണോ? പിന്നെന്തോ ഇത്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തെന്നും, അതുകൊണ്ട് കുറച്ച് പതുക്കെ ഇതാക്കണമെന്ന്, ഇറങ്ങണമെന്ന്. നമുക്ക് സൂക്ഷിച്ചൊക്കെ ഇറങ്ങാം. ഒരു ശ്രീ ചെരുപ്പിട്ട് തെന്നി വീഴല് എന്ന് പറഞ്ഞിട്ട് ഞാനായിരിക്കും വീഴുന്നത്. പക്ഷെ കാല് നനയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഷൂ ഇടാൻ പിന്നെ ശോകമായിരിക്കും. കാല് നനയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിനാണ് ഈ കയറ് വെച്ചേക്കുന്നത്? ഇത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, കുഴപ്പമില്ല. 1500 രൂപ കൊടുക്കും. അങ്ങനെ നേരെ ഞാൻ തുള്ളിക്കളിച്ച് ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞൊരു അരുവി എന്നാന്ന് പറയുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എവിടുന്നോ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എന്തോ ഒരു ചെറിയ പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പ് ഉണ്ടായിരുന്നു അവിടെ. 2 എണ്ണം ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഓൾറെഡി. എടി എനിക്ക് അമ്മ നമ്മളിങ്ങനെ ഷൂ ഇടിച്ചോ? എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും എൻ്റെ ദൈവമേ വിറയ്ക്കുന്നു. നല്ല തണുപ്പുണ്ട്. ഇരിക്കത്തുണ്ടോ? നമ്മൾ അടുത്തത് വേറെ ഏതോ വഴി കൂടി പൊയ്ക്കൊണ്ടിരിക്കുക. 2 സ്റ്റെപ്പ് കയറിയാൽ തന്നെ അണയ്ക്കും. ഇങ്ങനെയാണ് എങ്ങനെ ജീവിക്കും? നല്ല രസമാണ് ഇവിടെ കാണാൻ. എടി ഇവിടെ വഴിയില്ല, ഇവിടെ നിന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വഴിയില്ല, വഴി തെറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ ചെടിയൊക്കെ നോക്കിക്കാൻ നടന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ എവിടെ നോക്കിയാലും ഫ്രെയിമാണ് ഗൈസ്, എവിടെ നോക്കിയാലും നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് മൂടി ക്ലൈമറ്റ് ആയിരുന്നു, കാരണം വൈകിട്ടായപ്പോഴേക്കും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വെട്ടക്കറവുണ്ട് ഗൈസ്. ഈ ചെത്തിയുടെ വേറൊരു സംഭവം പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കഥകളി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റ് എനിക്ക് തോന്നുന്നു നൈറ്റ് ഇവിടെ ഉണ്ടോ അടി? ഇതേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നൈസായിരിക്കും അല്ലേ ഗൈസ്. ഉണ്ണിച്ചേട്ടൻ ഇതേ അവിടെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് തോന്നുന്നു. അവിടെ നിൽക്കുന്നുണ്ട്. അവളുമാർ ഇവിടെ എവിടെയോ ഉണ്ട്. അവളുമാരെ തപ്പിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ കൊള്ളാലേ, ഇവിടെ ഒരു ആനക്കുട്ടി ഉണ്ട്, കൊള്ളാം. ശിവരിപ്പം എന്നെ കളിയാക്കുമല്ലോ ഞാൻ വ്ളോഗ് എടുക്കുമെന്ന്. ഇതെന്ത് പോവാടി? ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഗൈസ്. എല്ലാവരും നല്ല സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒന്നിനെയും പേടിയില്ല. പുലിയെന്നോ ആനയെന്നോ മുതലെന്നോ എനിക്കില്ല. ഞാൻ ഇപ്പോഴും അടുത്ത് നിന്ന് സംസാരിക്കും. എല്ലാം പറയണ്ട. പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടടി, പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. ഇതിൽക്കുള്ള അടുത്തോട്ട് വെള്ളമുണ്ട്, പക്ഷെ അവിടെ കെട്ടി വെച്ചേക്കുക. കാരണം ഇടയ്ക്ക് അവൻ വയലൻ്റായി കടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് സുട്രാബി. നമ്മളെ വീട്ടിലുള്ള ചെടി അങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ചെടി നമ്മുടെ വീട്ടിലുള്ള ചെടി. ഇവിടെ ഫുള്ളിങ്ങനെ ലവ് സംഭവം വെച്ചിട്ടുണ്ട്. എന്ത് ഗൈസ്, ഒരു വലിയ ദിനോസർ. അതിനെയും എനിക്ക് പേടിയില്ല. ഐ ലവ് മൂന്നാർ അങ്ങ് മേളിൽ, അവിടെ പോയാൽ ഐ ലവ് മൂന്നാറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നേരം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടെ. അപ്പോൾ സംഭവം വന്നിട്ട് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമും വ്യൂ പോയിൻ്റ് ഒക്കെയാണ്. അങ്ങനെ നമ്മളിത് ട്രാവൽ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഫുൾ തേയിലത്തോട്ടമായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ കഴിക്കുന്നത് അവിടെ എത്തിയിട്ടായിരിക്കും. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സീസൺ ആയതുകൊണ്ട് ഫുൾ ടൂർ വന്നിട്ടുള്ള പിള്ളേരായിരുന്നു, കോളേജ് ഉണ്ടായിരുന്നു, കൂടുതലും 10+ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവന്മാർ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരേ ഡാൻസ്. പിന്നെ നമ്മൾ ചേട്ടന്മാരും അവളുമാരെല്ലാം കൂടെ കിടന്നിട്ട് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ ആ ചേട്ടന്മാരുണ്ട്, നമ്മൾ ഫുൾ പാക്കേജ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഫുഡ് സ്റ്റേ സംഭവങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് 2 ദിവസം ലാവിഷ് ഫുഡായിരുന്നു. അതായത് 3 നേരം നമുക്ക് യാതൊരുവിധ പരാതിയും പറയാൻ വേണ്ടിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ പാക്കേജ്. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എക്കോ പോയിന്റിലേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നടക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇതൊരു എക്കോ പോയിൻ്റാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അത് തിരിച്ച് കേൾക്കും. എക്കോ പോയിൻ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് കുറേ അലറി. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ തേയിലത്തോട്ടത്തിന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോഴേക്കും അവർ വണ്ടി ചവിട്ടി തന്നു. അങ്ങനെ ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞാൻ തേയിലത്തോട്ടം കണ്ടിട്ട് ചാടി എണ്ണിട്ട് വന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ പല്ലടിച്ചിട്ട് എനിക്ക് അവിടെ വരേക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗി, ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് അല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി ഓടാൻ വരെ തോന്നി. പക്ഷേ എന്ത് പറയാൻ, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ചായ മേടിച്ചു കുടിച്ചു. നമ്മൾ മാട്ടുപ്പെട്ടിയ സ്ഥലത്തേക്ക് പോയി ഒട്ടും റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് കടയിൽ കയറാനൊന്നും മേടിക്കാനൊന്നും പറ്റില്ല, നമ്മുടെ ലിക്വിഡ് ക്യാഷ് ഇല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ അക്ഷയ് നമുക്കൊരു ബിങ്കോ കൊണ്ട് തന്നിട്ടുണ്ട്. ഭയങ്കര ഇത്ര ഏറുള്ള ബിങ്കോ, ഞങ്ങളുടെ ഇപ്പം അത് ശ്വാസം പൊട്ടി ചത്തു എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏറെ നിറച്ച് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും കൂടെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ എത്തിയപ്പോഴേക്കും തന്നെ കട്ടിൽ കണ്ട് എല്ലാം ചാടിക്കറി എൻ്റെ മേത്തേക്ക് കിടക്കുകയാണ്. കാരണം നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു, രാവിലെ ഇറങ്ങിയതാണല്ലോ. അപ്പം ഇന്നത്തെ ഡേൻ്റെ ലാസ്റ്റ് കുറച്ച് പ്രോഗ്രാമും കൂടിയുള്ളൂ. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഇല്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയറിന് പോകണം. സോ അപ്പം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ടീഷർട്ടും എടുത്തിട്ട് നമ്മൾ ക്യാമ്പ് ഫയറിന് പോകാൻ വേണ്ടി പോകണം. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഒരു ജാക്കറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിച്ചോട്ടെ. നമ്മൾ പൊറോട്ടയും റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അടിപൊളിയാന്ന് പറയാൻ വേണ്ടി തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മറയൂർ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേയും ക്യാമ്പ് ഫയറും എല്ലാം അടുത്തടുത്തായിട്ടായിരുന്നു. ഇങ്ങനെ വന്ന് ഞങ്ങളെ പേടിപ്പിച്ച് ഒരുത്തി മേടിച്ചോടിയപ്പോൾ ഒരു നോട്ടം എടിയപ്പോൾ ഒന്നിച്ച് അത് ചെയ്യത്തില്ലടി ഒന്നും. കിങ്ങണി ചെല്ലടി പുറകെ ഉറങ്ങി ഇവിടെ കിടന്ന്. അപ്പോൾ തുള്ളലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതായിരുന്നു കേട്ടോ അവസ്ഥ. നമ്മൾ ഒരു ബെഡിൽ ഇത്രയും പേരും കൂടെ കിടന്ന് നമുക്ക് ചരിഞ്ഞ് കിടന്നിട്ട് പോലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുമേൻ്റെ ഒലക്കപ്പുറത്തും കിടക്കാമെന്നല്ല, അങ്ങനെ നമ്മൾ ഈ ഒലക്കേൻ്റെ പുറത്ത് 6 പേര് കിടന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴാണ് കേസ് ഇവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ കാണുന്നത്. രാത്രിയിൽ വന്നുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഈ മലേൻ്റെ മുട്ടി കിടന്ന് ഉറങ്ങിയെന്ന് ഞാൻ രാവിലെയാണ് കണ്ടത്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ കരിമ്പിൻ്റെ തോട്ടട്ടോ, അതും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത സംഭവം സ്ഥലം ഇതായിരുന്നു കേട്ടോ, എന്തോ നിമ്ന റെസിഡൻസി അങ്ങനെ എന്തോ ആയിരുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തണുത്തപ്പോഴേക്കും ഞാൻ ഈ ജാക്കറ്റ് എടുത്തിട്ട് അപ്പം അടുത്ത് ഈ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല. ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് പോകുന്നതിൻ്റെ തലേ ദിവസം ഹൃദയിച്ച് മേടിച്ചതാണ്, എനിക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ നിന്നാട്ടോ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന. ട്രക്കിങ്ങിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ അപ്പം മുട്ടക്കറി ആട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻട്രൽ ഫ്രഷ് മേടിക്കാൻ വേണ്ടി കയറി. എനിക്ക് പിന്നെ ബസ്സിലിരുന്ന് ചവയ്ക്കാൻ സെൻട്രൽ ഫ്രഷ് ഇല്ലായിരുന്നു, എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നതുകൊണ്ട് ഈ ബൂമർ ചവച്ചിരിക്കുന്ന എനിക്കൊരു ശീലമായിട്ടുണ്ട് ബസ്സിൽ കയറുമ്പോൾ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ പോയിട്ട് ജീപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ട്രക്കിങ് കൈയെടുക്കാൻ സ്ഥലമില്ല ഇവിടെ, കൈയെടുക്കാൻ പോലും സ്ഥലം കൈയെടുക്കാൻ സ്ഥലം ഇല്ല. എനിക്ക് ഇപ്പുറത്ത് ഇവിടെ എനിക്ക് സ്ഥലമില്ല.
ട്രക്കിങ്ങിനായിട്ട് ഫുൾ വൈബായിരുന്നു. ഏകദേശം നമ്മൾ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് നമ്മളിവിടെ ട്രക്കിംഗ് ചേട്ടനും അടിപൊളിയായിരുന്നു. നല്ല പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ നന്നായിട്ട് വൈബ് അടിച്ചോളൂ. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബസ്സിലിരുന്ന് തുള്ളാൻ പറ്റാത്ത എല്ലാ വിഷമവും ഞാൻ ഈ ജീപ്പിലിരുന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ പോണ വഴിക്ക് നമ്മൾ ചന്ദനമരം കണ്ടു. അപ്പോൾ ചേട്ടൻ നമ്മൾ എന്തെങ്കിലും വ്യൂ ഒക്കെ വരുമ്പോഴേക്കും സ്ലോ ആക്കും വണ്ടി. അങ്ങനെ നമ്മൾ ചന്ദനമരം കണ്ടു. സ്റ്റോപ്പ് ചെയ്ത് നടക്കുവാടി. അങ്ങനെ നമ്മളവിടെ ഇറക്കി വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ചന്ദനമരമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചന്ദനമരം ഇനി നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് നോക്കണമല്ലോ. അങ്ങനെ മണത്ത് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ എടുത്ത് ചന്ദനത്തിൻ്റെ സ്മെല്ലുണ്ടോ എന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ അവിടെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഞാനും അഫ്കോഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഉണ്ടോ കാണിച്ചേ? നമുക്ക് ചന്ദനം മണത്ത് നോക്കാം. ഇതെന്ത് മരത്തിൻ്റെ മണമല്ലേ? തുളസിയുടെ മണം കയറിപ്പോയി ഗൈസ്. ചന്ദനം മണപ്പിച്ചോ. ഇതിലാണ് ഗൈസ് നമ്മൾ ട്രക്കിങ്ങിന് വന്നത്. എന്തോ ഗൈസ് 3 മാനെ നമ്മൾ കണ്ടു. ഇവിടെ വന്നിട്ട് ആകെ കണ്ടത് ഒരു ആനേനെയോ ഒരു പുലീനെ കണ്ടിരുന്ന കുറച്ചുകൂടെ. നമ്മൾ തിരിച്ച് കയറാൻ പോവാം. ബാക്ക് ടു ജീപ്പ്. അങ്ങനെ ചന്ദനമൊക്കെ ഉണപ്പിച്ച് അതും കുറച്ച് മുക്കി കയറ്റി കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടോട്ട് പോയി. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളുമാരെ ബാക്കിൽ നിന്ന് എടുത്താന്ന വീഡിയോ ആട്ടോ ഇത്. നമ്മൾ ജീപ്പ് റൈഡും സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാട്ടോ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ളൊരു വഴി. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ടായിരുന്നു. കാരണം ആ ഒരു 2 മലേൻ്റെ ആ ഒരു ഇടയ്ക്കുള്ള സംഭവം കൊണ്ട് അവിടെ നമ്മുടെ മറ്റേ തേനീച്ചക്കൂട് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തേനെടുക്കുന്നുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള വഴി കൂടെ ആട്ടോ പോയിക്കൊണ്ടിരുന്നത്. സ്ലോപ്പായിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ട്രോബെറി ഫാമിൽ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്ന ആഹാരം സ്ട്രോബെറി ഫാമിൽ വന്നിട്ട് സ്ട്രോബെറി വെച്ച് തിന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചെമ്മി പോവുകയാണ് കേസ് ഉണ്ടായത്. കാരണം ഇവിടെ സ്ട്രോബെറി ഒന്നും കിളുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കിളുത്തൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് മേ ബി ഇതിൻ്റെ സീസൺ അല്ലെങ്കിൽ ടൈം അല്ലായിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ സ്ട്രോബെറിൻ്റെ ഇലയൊക്കെ കുറച്ച് നേരം വായി നോക്കിയിരുന്നു. അതെങ്കിലും കണ്ടല്ലോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പായസം കൊടുക്കുന്നത് സ്ട്രോബെറി ജാം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൈന്നിട്ട് ഇന്നോ അങ്ങനെ എല്ലാവരും ഫാമിലി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. തുള്ളിക്കളിച്ചിട്ട് വന്നെയാണ് കൈ നിന്നിട്ട് പിടിച്ചോണ്ട്. ഇവിടെയും നമ്മൾ ചമ്മിപ്പോവാണ് ഉണ്ടായത്. കാരണം എല്ലാവർക്കും കൊടുത്ത് മതിയാണ്ട് അവർ പിന്നെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രോബെറി ജാമും സ്ട്രോബെറീൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് കൂർക്കയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫാമിലിയിൽ നിന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒന്നും മേടിച്ചില്ല ഗൈസ്. ടേസ്റ്റ് ചെയ്ത് പോലും നോക്കാൻ അവർ കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ ചുമ്മാ എടുത്ത് ഷോ കാണിച്ച് നമ്മളൊന്ന് പാഷൻ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഭാഗ്യത്തിന് കിട്ടി. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇത്രയും മധുരമുള്ള കിട്ടത്തില്ലല്ലോ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ പോകണം. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ ചീഞ്ഞു പോകുന്ന പേടിയുള്ളത് കൊണ്ട് ചീഞ്ഞു പോകുമായിരിക്കുമല്ലേ, അതുകൊണ്ടിട്ട് മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സംഭവം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭ്രമരം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. മലയാളം മൂവി. കുഴലൂതും പൂന്തെന്നലെ മഴനൂൽ ചാറ്റി കൂടെ വരുമോ അതില്ലേ ദാ സിനിമ, അതാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഈ പാട്ട് എല്ലാവരും അങ്ങോട്ട് സഹിച്ചോളൂ. ആരെങ്കിലും വീടാണെന്ന് പോലും അറിയാൻ പാടില്ല. ആപ്പിളൊക്കെ ഇരിക്കുന്നുണ്ട് അകത്ത്. ദേടി ആ വഴി കണ്ടാടി. അങ്ങോട്ടേക്ക് നോക്കി നേരെ കയറിക്കോ. ചേട്ടൻ കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ എന്താ ആപ്പിളിൻ്റെ തോട്ടത്ത് കുറേ നല്ല ഭംഗിയുണ്ട്. ഇത് ജോമോളെ നിന്നല്ല ജോമോളെ. ഇതാരാ ഇവനാരാ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി കുഞ്ഞി കുടിൽ പോലത്തെ സംഭവം. ആപ്പിളടി അടി കളയാണോടി. അപ്പൊ എനിക്ക് മീശമാധവൻ സിനിമ ഓർമ്മ വന്നു പെട്ടെന്ന്. എന്താണെന്ന് അറിയത്തില്ല. വീടെന്ന് വിചാരിച്ച് ആപ്പിള് മേടിച്ചാലോ. സ്ട്രോബെറി നമ്മളെ ചതിച്ചെങ്കിൽ ഇവിടെ നമുക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടി. ആ ഒരു കഷ്ണം ആപ്പിൾ ഞങ്ങളവിടെ കിടന്ന് അടിയായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ പുൽത്തൈലമില്ല, അതിൻ്റെ പുല്ല് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ഇവിടെ സെറ്റാക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പുൽത്തൈലത്തിൻ്റെ പുല്ലെടുത്തിട്ട് എനിക്ക് സ്മെല്ല് ചെയ്യാൻ വേണ്ടി തന്നു. നല്ല ഫ്രഷ് പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ, ആപ്പിളുണ്ട്, എല്ലാമേ ഉണ്ട്. അങ്ങനെ
നടന്ന് നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. നമ്മൾ മൈൻഡൊക്കെ നല്ല കാമായിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി തോന്നും. പിന്നെ നമ്മളവിടെ കുറേ നേരം ഇരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം നമ്മളവിടെ കറങ്ങിത്തിരിഞ്ഞ് നിന്നു കേട്ടോ. കാരണം അടിപൊളിയായിരുന്നു. ദേ ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരേ പുള്ളി നിൽക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ചവിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിപ്പ് ലൈൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും റീൽസിലൊക്കെ ചെയ്യുന്നതാകുമ്പോൾ ഞാൻ വരിക്കും എനിക്കും ചെയ്യണം ഭയങ്കര സംഭവം. കാര്യത്തിൽ എടുക്കുമ്പോഴല്ലേ കേസ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മച്ചി എന്നെ വീട്ടിൽ കയറത്തില്ല. കാരണം അമ്മയ്ക്ക് എന്നെക്കാട്ടിലും പേടിയാണ്. അപ്പം പെർ ഹെഡ് 500 സംതിങ് എന്തായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പുറത്ത് ഈ 10 രൂപയുടെ ബിങ്കുയും 10 രൂപയുടെ ഫ്രൂട്ടിയും മേടിച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടി തോന്നി. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ കയറിയപ്പോഴേക്കും മാംഗോ സ്ട്രോബെറി അങ്ങനെ കുറേ ഫ്ലേവറിലുള്ള ചായപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. മേടിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് ഇതാക്കി. പിന്നെ അങ്ങനെ കുളമായപ്പോഴെന്ന് വെച്ചാൽ മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മറയൂർ ശർക്കര ഉണ്ടാക്കുന്നിടത്തോട്ട്. അപ്പോൾ കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം വരികയാണ്. കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് മറയൂർ ശർക്കര എന്നൊക്കെ. അവിടെ കരിമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഈ സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വന്നപ്പോഴേക്കും ഈ കടയിൽ അവരുടെ മോൻ, അതായത് കുഞ്ഞു ചെക്കനാട്ടോ, അവൻ അവിടെ നിന്ന് കരിമ്പ് വെട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ നമ്മളവിടെ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോയത്. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവനെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചിലേക്കുന്നു. നമ്മളവിടെ നിന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പോയിട്ട് സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് ഭയങ്കര കരച്ചിൽ സംഭവം. അപ്പോൾ ഇവൻ്റെ കൈ പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈശ്വര ദൈവമേ തീർന്ന്. ഞങ്ങളെല്ലാവരും അപ്പം തന്നെ തല ഇറങ്ങി തരിച്ച് നിൽക്കുക കേട്ടോ. ഭയങ്കര കരച്ചിൽ കേൾക്കുന്ന സംഭവം. പിന്നെയാണ് മനസ്സിലായത് അവൻ്റെ അമ്മേൻ്റെ ഷർട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് അവനാണ് കിടന്ന് കാറിയത്. കൃഷ്ണ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ചേച്ചിക്ക്. ഷർട്ട് അവർ പെട്ടെന്ന് അതൊക്കെ ഓഫ് ചെയ്ത് ഷർട്ടൊക്കെ മുറിച്ചെടുത്തോണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും എല്ലാവരും ജസ്റ്റ് ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതാ ശർക്കരയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ശർക്കര ഉണ്ടായിരുന്നു, നോർമലും പിന്നെ ചുക്കിൻ്റെയും. ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയാത്തതുകൊണ്ട് അപ്പം തന്നെ വീട്ടിൽ വിളിച്ച് ചോദിച്ച് ഏതാ മേടിക്കണം എന്നൊക്കെ. പിന്നെ രണ്ടും ചുമ്മാ വാരിപ്പെറുക്കി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ നോർമൽ ശർക്കര മേടിക്കാൻ പറഞ്ഞാൽ നോർമൽ ശർക്കര മേടിച്ചു. പിന്നെ കുറച്ചൊരു ശർക്കര ഉണ്ടാക്കുന്നതൊക്കെ നോക്കി കേട്ടോ. അത് ടേസ്റ്റ് ചെയ്ത് കയ്യിൽ ഫുള്ള് ശർക്കര ആയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒട്ടുമല്ലോ, അങ്ങനെ ഒട്ടിയിരിക്കും കൈ ഒരുമാതിരി. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് കൈ കഴുകാൻ വേണ്ടി. അപ്പം നമ്മൾ ലഗേജിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഈ ശർക്കരയ്ക്ക് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. 100 രൂപയായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കുറച്ചധികം ശർക്കരയാണ്. അപ്പോൾ ചേച്ചി അവിടെ നിൽക്കുന്നത് നമ്മൾ ചേച്ചിയോട് ചോദിച്ചു ഓക്കെ അല്ലേ എന്നൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ സംഭവം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാ ലൈഫിൽ ഫസ്റ്റ് ടൈം ഓഫ് റോഡ് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു കേസ്. ഒന്നും പറയില്ല. അത്ര അലർച്ചയുടെ ഇടയ്ക്ക് നമ്മൾ പാട്ടിടുന്നുണ്ട്. പക്ഷേ അങ്ങനെ പേടിയൊന്നും തോന്നിയൊന്നുമില്ല. മലയുടെ മണ്ടയ്ക്ക് കൂടെയാണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമെന്നൊക്കെ. ആ സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ പാട്ടിട്ട് അലറി പൊളിച്ച്. നമ്മൾ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഓഫ് റോഡിൽ. ഫുൾ പാട്ടൊക്കെ ഇട്ട് ചില്ലടിച്ചിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറേ ജീപ്പ് ഉണ്ടായിരുന്നു. സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ അധികം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ നമ്മൾ ലാസ്റ്റ് സ്ഥലമാണ്. നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നിന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. 5-10 മിനിറ്റ്സ് തന്നെ നമ്മൾ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മറയൂരേക്ക് തിരിച്ചു വന്നു. ഇവിടെ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ലഞ്ച്. അഫ്കോഴ്സ് നല്ല അടിപൊളി ഫുഡായിരുന്നു, ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ കയറി
എന്താ പരിപാടി? മേടിച്ചു പോവാ. പോയി നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു കാട്ടുപോത്തിനെ കണ്ടിട്ട് അതിലെങ്കിലും കണ്ടില്ല സന്തോഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഐശ്വര്യം നമ്മൾ എവിടെ വന്നാലും കറണ്ട് പോക്കാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും കറണ്ട് പോകണം. ഇവിടെ നമ്മൾ ഫാക്ടറി ആയതുകൊണ്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ. എങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ തേയില വാങ്ങി 2 തേയില എടുത്ത് വെച്ചിട്ട് കണക്ക് കൂട്ടിയും കുറച്ചൊക്കെ വന്നിട്ട് അവസാനം എനിക്ക് തോന്നിയിട്ടുള്ള ഏതോ ഒരു തേയില വാങ്ങി. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയർ പോയതിനും കൂടെ അടിപൊളിയായിരുന്നു. അതിൻ്റെ വിഷമം അങ്ങോട്ട് മാർക്കറ്റ്, കാരണം DJ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെ ചേട്ടന്മാർ ആരാണെങ്കിലും നമ്മൾ കോളേജിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഫ്രണ്ട്സ്, അങ്ങനെ ഒരു വൈബായിരുന്നു. DJ ക്കടെ നല്ല അടിപൊളിയായിട്ട് തിമിർത്ത് തകർത്ത് എല്ലാ കൊതിയും വന്നിട്ടുള്ളിൽ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. എന്നാ സത്ത് ഖതം പോകുക, ഇനി ഒന്നും ചാവാനില്ല. ഞാൻ പക്ഷെ ഇപ്പോഴാണ് തുള്ളുന്നത്. ഈ സമാധാനം DJ കൂടെ ബസ്സിൽ ഇരുന്ന് എനിക്ക് ഒട്ടും തുള്ളാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ ഈ AC കൂടെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പക്ഷെ DJ ഇട്ടപ്പോൾ എനിക്ക് സമാധാനം. എന്നിട്ട് എനിക്ക് തുള്ളാൻ പറ്റും. ഇവളുമാർ തുള്ളുന്നുണ്ട്, എനിക്ക് തുള്ളാൻ വന്നിട്ട് വരുന്നു. പക്ഷെ എനിക്ക് തുള്ളാൻ പറ്റുന്നില്ലായിരുന്നു. AC ബസ്സിൻ്റെ മണം. അപ്പോഴും AC ഇട്ടോ, പക്ഷെ ബസ്സിൻ്റെ ഒരു നാറ്റം, ഒരു മണം ഉണ്ടല്ലോ. അയ്യോ, എനിക്കിപ്പോഴും സമാധാനമായ തുള്ളി വല്ല അകത്തോട്ട് പോകണം. അങ്ങനെ തന്നെ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ റൈസും അൽഫാമും പൊറോട്ടയും കറിയും ചപ്പാത്തിയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ 3 നൈസായിട്ടൊന്ന് മുങ്ങി. വേറൊന്നുമല്ല, കടയിലൊന്ന് പോകാൻ വേണ്ടി കുറച്ചും കൂടി ചോക്ലേറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ്, അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് കടയിൽ പോയിട്ട് വന്നപ്പോഴേക്കും വണ്ടി അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് കയറി ഇരുന്നത്, കാരണം നമ്മൾ ഇല്ലേയും പിന്നെ മഴ നനഞ്ഞ് ഹോട്ടലിൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. തൊട്ടടുത്ത് തന്നെ കേട്ടോ വണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറേ നേരം വണ്ടിയിൽ കയറി ചെന്നിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് കഴിയും. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. നമ്മൾ ട്രിപ്പ് തീർന്ന് ഗൈസ്. നല്ല വിഷമമുണ്ട്, കാരണം അടിപൊളിയായിരുന്നു 2 ദിവസം. നമ്മളാണെങ്കിലും വണ്ടിയാണെങ്കിലും വണ്ടിയിലെ ചേട്ടന്മാരാണെങ്കിലും അവരുടെ പാക്കേജ്, ഫുഡ് ഒന്നും പറയാനില്ല ഗൈസ്. ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് പോലും പറയില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ എന്താ പറയണ്ട, അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. ഒരു കുറ്റം പോലും പറയാൻ വേണ്ടിയിട്ടില്ല. കുറേ നാൾ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് പോയതുകൊണ്ട്